ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടുന്ന കാര്യം പ്രതിപക്ഷത്തോട് ആലോചിച്ചാണ് ചെയ്തതെന്ന് ആവർത്തിച്ച് മന്ത്രി എം പി രാജേഷ്. പ്രതിപക്ഷം അവരുടെ നിലപാട് സർക്കാരിനെ അറിയിക്കുകയായിരുന്നു. ഒഫീഷ്യലായി നടന്ന കമ്മ്യൂണിക്കേഷനാണ്. അത് തള്ളിപ്പറഞ്ഞതിനെക്കുറിച്ച് വ്യക്തമാക്കേണ്ടത് വി ഡി സതീശനാണ്. പ്രതിപക്ഷത്തിനും യോജിപ്പായതുകൊണ്ടാണ് സഭ നടക്കുന്ന സമയമായിട്ട് പോലും അതിനെ എതിർക്കാതിരുന്നതെന്നും എം പി രാജേഷ് പറഞ്ഞു. ന്യൂസ് 8 നൽകിയ അഭിമുഖത്തിലാണ് എം പി രാജേഷ് ഇക്കാര്യം ആവർത്തിച്ചത്. എന്തായാലും ബാറുകളുടെ സമയം ദീർഘിപ്പിക്കുന്ന കാര്യം പ്രതിപക്ഷത്തോടുകൂടി ആലോചിച്ചു എന്ന് മിനിസ്റ്റർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പിന്നീട് വി ഡി സതീശൻ പറഞ്ഞു ഫോണിൽ പോലും ഒരു സംസാരവും നടന്നിട്ടില്ലായിരുന്നു. എന്തിനായിരുന്നു അങ്ങനെ ഒരു തെറ്റിദ്ധരിപ്പിക്കൽ? ഞാൻ തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല. പ്രതിപക്ഷത്തോട് വേറൊരു ചോദ്യം കൂടി എല്ലാവരും ചോദിച്ചു, നിങ്ങളുടെ അഭിപ്രായം എന്താ കാര്യത്തിൽ? അതിനുള്ള ഉത്തരം കേട്ടിരുന്നു. അങ്ങനെ ഒരു ഉത്തരം ഉണ്ടാകില്ല എന്നുള്ളത് കൊണ്ടാണ് മിനിസ്റ്റർ അപ്പോ അങ്ങനെ പറഞ്ഞത്. ഉത്തരം കേട്ടിരുന്നു. സെലക്റ്റീവായിട്ടാണ് കേൾക്കുന്നത്, അതാണ് പ്രശ്നം. അതിനുള്ള ഉത്തരം ഞങ്ങളൊന്ന് പഠിച്ചിട്ട് പറയാം. നിയമസഭ തീർന്നു, പഠിച്ചില്ല അതുവരെ. ആ കോൺഫിഡൻസ് ആണോ? ആ കോൺഫിഡൻസ് കൊണ്ടാണ്. ഒന്ന്, ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കല്ലേ ചെയ്തത്, അവരവരുടെ അഭിപ്രായം ഇങ്ങോട്ട് അറിയിക്കും. ഞാൻ പറഞ്ഞിരുന്നു. അപ്പോ സർക്കാർ ഇക്കാര്യത്തിൽ ഇത് വർഷങ്ങളായിട്ടുള്ള ആവശ്യം, അവരുടെ കാലത്തുള്ള ആവശ്യമാണ്, ഞങ്ങളുള്ളപ്പോഴുള്ള ആവശ്യം. ഞങ്ങളോട് ഒട്ടേറെ പേർ ചോദിക്കുന്ന കാര്യം, പ്രത്യേകിച്ച് സംരംഭകൻ, IT ഇൻഡസ്ട്രി, അതുപോലെ തന്നെ ടൂറിസം, ഈ മേഖലകളിലൊക്കെ ഉള്ള ആളുകൾ ചോദിക്കുന്നത്, ഈ കാലം മാറിയത്, ലോകം മാറുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിലൊരു മാറ്റം വരുത്താത്തത് എന്നാണ് ചോദിക്കുന്നത്. ആ മാറ്റം വരുത്താൻ മടിച്ചത് എന്തുകൊണ്ടാണ്? ഇതൊരു വിവാദം ഉണ്ടാക്കിയിട്ട് വരുത്താൻ താല്പര്യമില്ലാത്തതുകൊണ്ടായിരുന്നു. അങ്ങനെ ഒരു വിവാദമില്ല, ഞങ്ങൾക്ക് ഇതിനോട് യോജിപ്പാണ് എന്ന് വന്നപ്പോഴാണ്. ഒഫീഷ്യലായിട്ട് നടന്ന കമ്മ്യൂണിക്കേഷൻ ആണോ അത്? തീർച്ചയായിട്ടും. പിന്നെന്താണ് പ്രതിപക്ഷ നേതാവ് തള്ളി പറയുന്നത്? അത് അദ്ദേഹമാണ് മറുപടി വരേണ്ടത്. അദ്ദേഹമാണ് മറുപടി വരേണ്ടത്. അദ്ദേഹം പറഞ്ഞു ഒരു ഫോണിൽ പോലും ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ഒരു കാര്യം അത്ര ആത്മവിശ്വാസത്തോടെ പറഞ്ഞു, വെറുതെ പറയുന്നു തോന്നുന്നുണ്ടോ? എന്നാ പിന്നെ പ്രതിപക്ഷം ശക്തമായിട്ടതിനെ എതിർക്കാമായിരുന്നല്ലോ. തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് അസംബ്ലി നടക്കുമ്പോഴാണല്ലോ ഇതിനേക്കാൾ നല്ല വേദിയുണ്ട്. സർക്കാരിനെതിരെ ഉപയോഗിക്കാവുന്ന ഒരു ആയുധം. അങ്ങനെ സർക്കാർ എന്തോ ഒരു അന്യായം ഏകപക്ഷീയമായിട്ട് ചെയ്തതാണെങ്കിൽ ചെയ്യാമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാനുള്ള കാര്യം പറഞ്ഞു. ആ വെല്ലുവിളിയിൽ ഉറച്ചു നിൽക്കുകയാണ്. വെല്ലുവിളിയുടെ കാര്യമൊന്നുമല്ല, ഞാൻ ഉള്ളതുപോലെ പറഞ്ഞു. അതുകൊണ്ട് മാത്രം സർക്കാർ മുന്നോട്ട് പോയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.